ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ഉപയുക്തത അല്ലെങ്കിൽ യൂട്ടിലിറ്റി അളക്കുന്നതിനായിട്ട് ഇക്കണോമിക്സിൽ രണ്ട് തരത്തിലുള്ള സമീപനങ്ങളുണ്ട്, അപ്രോച്ചസ് ഉണ്ട്. അതിലാദ്യത്തേത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. എന്തായിരുന്നു അത്? കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പ്രകാരം നമുക്ക് കാർഡിനൽ നമ്പേഴ്സിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന യൂട്ടിലിറ്റി പ്രകടിപ്പിക്കാനായിട്ട് പറ്റും. ഉദാഹരണമായിട്ട് ഞാനൊരു ആപ്പിൾ വാങ്ങിക്കുകയാണ്, എനിക്കതിൽ നിന്നും 10 യൂട്ടിലിറ്റി കിട്ടി. ഇങ്ങനെയല്ലേ കാർഡിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ യൂട്ടിലിറ്റി പ്രകടിപ്പിച്ചിട്ടുള്ളത്? എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരു വസ്തു കൺസ്യൂം ചെയ്തതിൽ നിന്നും എനിക്ക് 10 യൂട്ടിലിറ്റി കിട്ടി അല്ലെങ്കിൽ 5 യൂട്ടിലിറ്റി കിട്ടി എന്നൊക്കെ ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. നിത്യജീവിതത്തിൽ നമ്മൾ ഒരു വസ്തു കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സംതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ അത് മികച്ചതാണ്, താരതമ്യേന ഉയർന്നതാണ് അല്ലെങ്കിൽ താരതമ്യേന കുറവാണ് എന്നൊക്കെയല്ലേ പറയാറുള്ളൂ, അല്ലേ? അപ്പോൾ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പ്രകാരം, ഓർഡിനൽ യൂട്ടിലിറ്റി സമീപന പ്രകാരം ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സംതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ നാം അവയെ റാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് എന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്, എന്നൊക്കെ നമ്മൾ ക്രമപ്പെടുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇവയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഡിനൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇന്ന് നമുക്ക് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഈ പാഠഭാഗം ചർച്ച ചെയ്യാം. ഉദാഹരണമായിട്ട്, കേക്ക് വാങ്ങിക്കാനായിട്ട് ഞാൻ ബേക്കറിയിൽ പോയപ്പോൾ ഞാൻ അവിടെ 3 തരത്തിലുള്ള കേക്ക് കണ്ടു. ആദ്യം ഞാൻ കണ്ട കേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റെഡ് വെൽവെറ്റ് കേക്കാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. അതിനടുത്തായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ട്. റെഡ് വെൽവെറ്റ് കേക്ക് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടമുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. എങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റിന് ഞാൻ എത്ര റാങ്ക് കൊടുക്കും? രണ്ടാമത്തെ, സെക്കൻഡ് റാങ്ക് കൊടുക്കും. ഇനി അതിൻ്റെ അപ്പുറത്ത് വൈറ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു കേക്കും ഉണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിഷ്ടം വൈറ്റ് ഫോറസ്റ്റ് ആണ്. എങ്കിൽ വൈറ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്ന കേക്കിന് ഞാൻ എത്ര റാങ്ക് കൊടുക്കും? 3ാമത്തെ റാങ്ക് കൊടുക്കും, തേർഡ് റാങ്ക് കൊടുക്കും. ഇങ്ങനെ കേക്കിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന സംതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ആബ്സല്യൂട്ട് നമ്പറുകളിലല്ല, കാർഡിനൽ നമ്പറുകളിലല്ല പറയുന്നത്. എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിന് കൊടുക്കുന്നു. സെക്കൻഡ് പ്രിഫറൻസ് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിന് കൊടുക്കുന്നു. തേർഡ് പ്രിഫറൻസ് അല്ലെങ്കിൽ തേർഡ് റാങ്ക് ഞാൻ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റിന് കൊടുക്കുന്നു. ഈ തരത്തിൽ ഒരു വസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന യൂട്ടിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അവയെ റാങ്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്കവയെ ഓർഡറായിട്ട് ഒന്ന് ക്രമപ്പെടുത്തി വയ്ക്കാനായിട്ട് പറ്റും. ഇതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പ്രകാരം ഒരു വസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന യൂട്ടിലിറ്റി മറ്റൊരു വസ്തുവിനേക്കാൾ കൂടുതലാണോ, അല്ല കുറവാണോ, അല്ല തുല്യമായിട്ടാണോ എന്നൊക്കെയേ പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ആബ്സല്യൂട്ട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ദി ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ദ യൂട്ടിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി cannot be measured in absolute quantity. But however, it will be possible for a consumer to tell subjectively whether the commodity derives more or less or equal satisfaction when compared to another. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു ടൂള് പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. അതാണ് ഇൻഡിഫറൻസ് കർവ്, അല്ലെങ്കിൽ മലയാളത്തിൽ നിസ്സംഗതാവക്രം എന്ന് പറയും. ഓക്കെ, ഒരു ഉദാഹരണം പറയാം. ഒരു കൺസ്യൂമറുടെ കൈവശം ഒരു ആപ്പിളുണ്ട്, 12 ബനാനയും ഉണ്ട്. ആപ്പിളിൻ്റെ സ്റ്റോക്ക് അദ്ദേഹത്തിൻ്റെ കൈവശം വളരെ പരിമിതമാണ്, ഒന്നേ ഉള്ളൂ.
ബനാനയുടെ സ്റ്റോക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 12 എണ്ണമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റോക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ലഭിക്കുന്ന മാർജിനൽ യൂട്ടിലിറ്റിയുടെ അളവ് എന്താകുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോക്ക് മാത്രമുള്ള ആപ്പിളിനോട് അയാൾക്ക് വല്ലാത്ത താല്പര്യമുണ്ടായിരിക്കും. അത്ര താല്പര്യം ബനാനയോട് അദ്ദേഹത്തിന് കാണില്ല. കാരണം അതിൻ്റെ സ്റ്റോക്ക് എന്തായിട്ടുണ്ട്, വളരെ കൂടുതലായിട്ട് അയാളുടെ കൈവശം ഉണ്ട്. ഇനി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ആപ്പിൾ തരാം, പക്ഷേ ഞങ്ങൾക്ക് നിങ്ങൾ എത്ര ബനാന തരാൻ തയ്യാറാണ്? ഒരു പക്ഷേ നമ്മുടെ കൺസ്യൂമർ ഒരു ആപ്പിൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 4 ബനാന കൊടുക്കാൻ തയ്യാറായേക്കാം. ഒരു ആപ്പിളിൽ നിന്നും നമ്മുടെ ഉപഭോക്താവിന് എത്രയാണോ യൂട്ടിലിറ്റി കിട്ടുന്നത് അത്രയും യൂട്ടിലിറ്റി മാത്രമേ 4 ബനാന കൊടുക്കുമ്പോൾ അയാൾക്ക് നഷ്ടമാകുന്നുള്ളൂ. എങ്കിൽ ഇപ്പോൾ അയാൾക്ക് നേരത്തെയുള്ള അതേ യൂട്ടിലിറ്റി ലഭ്യമാകുന്നുണ്ട്, ഇല്ലേ? ഇത് നമുക്ക് ഒരു ടേബിളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കൂടുതലായിട്ട് വിശദമാക്കാം. ഇവിടെ ഫസ്റ്റ് കോളം കോമ്പിനേഷൻ, സെക്കൻഡ് കോളം ആപ്പിൾ ആൻഡ് തേർഡ് കോളം ബനാന. എ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ കൺസ്യൂമറുടെ കൈവശം ഒരു ആപ്പിളും 12 ബനാനയും ഉണ്ട്. ആപ്പിളിൻ്റെ സ്റ്റോക്ക് 1 ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് ആപ്പിളിനോടുള്ള താല്പര്യം വളരെ കൂടുതലായിരിക്കും. അത്ര താല്പര്യം ബനാനയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല. കാരണം അതിൻ്റെ സ്റ്റോക്ക് അദ്ദേഹത്തിൻ്റെ കൈവശം 12 എണ്ണമുണ്ട്. ഓക്കെ, ഇനി ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഒരു യൂണിറ്റ് അധികം നിങ്ങൾക്ക് ആപ്പിൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര യൂണിറ്റ് ബനാന ത്യജിക്കാൻ തയ്യാറാണ്? ഇദ്ദേഹം ഇവിടെ രണ്ടാമത് ഒരു യൂണിറ്റ് ആപ്പിൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 4 ബനാന ത്യജിക്കാൻ തയ്യാറായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആപ്പിളിൽ നിന്നും അദ്ദേഹത്തിന് എത്രമാത്രം മാർജിനൽ യൂട്ടിലിറ്റി ലഭിച്ചുവോ അത്രയും മാർജിനൽ യൂട്ടിലിറ്റി മാത്രമേ 4 ബനാന നഷ്ടപ്പെട്ടപ്പോൾ അയാൾക്ക് നഷ്ടമായിട്ടുള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 1, 12 എന്ന് പറയുന്ന അവസ്ഥയിൽ ഇദ്ദേഹത്തിന് എത്രമാത്രം യൂട്ടിലിറ്റി ലഭിച്ചിരുന്നുവോ അത്ര തന്നെ യൂട്ടിലിറ്റി ബി എന്ന് പറയുന്ന കോമ്പിനേഷനിലും അയാൾക്ക് ലഭിക്കുന്നുണ്ട്. 2 ആപ്പിൾ 8 ബനാന കൈവശം വയ്ക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു ആപ്പിൾ 12 ബനാന എന്ന് പറയുന്ന കോമ്പിനേഷനിൽ ലഭിച്ചിരുന്ന അതേ യൂട്ടിലിറ്റി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഒരു ആപ്പിള് ലഭിച്ചപ്പോൾ അയാൾ 4 എണ്ണം ത്യജിക്കാനായിട്ട് തയ്യാറായത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആപ്പിളിൻ്റെ സ്റ്റോക്ക് വർദ്ധിച്ചു, ബനാനയുടെ സ്റ്റോക്ക് കുറഞ്ഞു. ബനാനയുടെ സ്റ്റോക്ക് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ യൂട്ടിലിറ്റി വർദ്ധിച്ചു വരും. ആപ്പിളിൻ്റെ സ്റ്റോക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് ആപ്പിളിനോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം കുറഞ്ഞു വരും, യൂട്ടിലിറ്റി കുറഞ്ഞു വരും. ഇനി സി എന്ന് പറയുന്ന കോമ്പിനേഷനിൽ നമ്മുടെ ഉപഭോക്താവിന് ഒരു യൂണിറ്റ് അധികം ആപ്പിൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം 3 ബനാന ത്യജിക്കാൻ മാത്രമേ തയ്യാറുള്ളൂ. 8ൽ നിന്നും എത്രയായി മാറി? 5 ആയിട്ട് മാറി. അപ്പോൾ എത്ര ത്യജിച്ചു? 3 എണ്ണം ഇവിടെ ത്യജിച്ചു. എന്തിനു വേണ്ടിയിട്ട്? മൂന്നാമത് ഒന്നുകൂടി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആപ്പിളിൻ്റെ എണ്ണം കൂടി, അതിനോടുള്ള താല്പര്യം കുറഞ്ഞു. ബനാനയുടെ എണ്ണം കുറഞ്ഞു, അതിനോടുള്ള താല്പര്യം കൂടി. ഇനി ഉപേക്ഷിക്കാൻ നമ്മൾ അത്രമാത്രം തയ്യാറാവില്ല. ഒരു അധിക യൂണിറ്റും കൂടി കിട്ടുകയാണ് ഡി എന്ന് പറയുന്ന കോമ്പിനേഷനിൽ. ഈ 4ാമത്തെ ഒരു അധിക യൂണിറ്റ് ആപ്പിൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഇവിടെ എത്ര മാത്രമേ ത്യജിക്കാൻ തയ്യാറുള്ളൂ? ബനാന 5ൽ നിന്നും 3 മാറി. 2 എണ്ണം മാത്രമേ ഇവിടെ ത്യജിക്കാനായിട്ട് അയാൾ തയ്യാറുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് ഒരു ഗ്രാഫിലേക്ക് മാറ്റി നോക്കാം. എക്സ് ആക്സിസിൽ നമ്മൾ അളക്കുന്നത് ആപ്പിളാണ്, വൈ ആക്സിസിൽ നമ്മൾ അളക്കുന്നത് ബനാന ആണ്. ഫസ്റ്റ് കോമ്പിനേഷൻ എ, ഒരു യൂണിറ്റ് ആപ്പിള് 12 യൂണിറ്റ് ബനാന. ഒരു യൂണിറ്റ് ആപ്പിള് 12 യൂണിറ്റ് ബനാന. ഇതിനെ നമുക്ക് എ എന്ന് വിളിക്കാം. 1, 12. ബി എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 2, 8.
2 യൂണിറ്റ് ആപ്പിള് 8 യൂണിറ്റ് ബനാന. ബി 2 8. സിയിൽ 3 5 3 5. സി 3 5. ഡിയിൽ 4 ആപ്പിൾ 3 ബനാന. 4 ആപ്പിൾ 3 ബനാന. ഡി 4 3. ഈ പ്ലോട്ട് ചെയ്ത പോയിന്റുകൾ നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുകയാണ്. ഒരു കർവ് കിട്ടിയത് കണ്ടല്ലോ. എ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 1 യൂണിറ്റ് ആപ്പിളും 12 യൂണിറ്റ് ബനാനയും. ബി എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 2 യൂണിറ്റ് ആപ്പിളും 8 യൂണിറ്റ് ബനാനയും. ഇവിടെ എ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 1 12. ഇവിടെ ഇദ്ദേഹത്തിന് എത്ര യൂട്ടിലിറ്റി സംതൃപ്തി ലഭിച്ചിരുന്നു അത്ര തന്നെ സംതൃപ്തി ഇദ്ദേഹത്തിന് ബി എന്ന് പറയുന്ന ഈ പോയിന്റിലും ലഭിക്കുന്നുണ്ട്. 2 ആപ്പിളും 8 ബനാനയും കൈവശം വയ്ക്കുമ്പോഴും അദ്ദേഹത്തിന് സെയിം യൂട്ടിലിറ്റി സംതൃപ്തി ലഭിക്കുന്നുണ്ട്. ഒരധിക ആപ്പിൾ കിട്ടിയപ്പോൾ അദ്ദേഹം 4 യൂണിറ്റ് ബനാന ത്യജിക്കാനായിട്ട് തയ്യാറായി. അധികമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച ആപ്പിളിൽ നിന്നും കിട്ടിയ യൂട്ടിലിറ്റി എത്രയാണോ അത്രയും യൂട്ടിലിറ്റിയാണ് 4 ബനാനയിൽ നിന്നും അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നത്. എങ്കിൽ ഇവിടെ ലഭിച്ച യൂട്ടിലിറ്റിയും ഇവിടെ നഷ്ടമായ യൂട്ടിലിറ്റിയും തുല്യമാണ്. എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന കോമ്പിനേഷനിലും ബി എന്ന് പറയുന്ന കോമ്പിനേഷനിലും ഇദ്ദേഹത്തിന് ലഭിക്കുന്ന സംതൃപ്തിയുടെ അളവ് തുല്യമാണ്. ഇനി സി എന്ന് പറയുന്ന കോമ്പിനേഷനിൽ ഇദ്ദേഹം 3 യൂണിറ്റ് ആപ്പിളും 5 യൂണിറ്റ് ബനാനയുമാണ് കൺസ്യൂം ചെയ്യുന്നത്. ഇവിടെ 1 യൂണിറ്റ് അധികം ആപ്പിൾ ലഭിക്കുന്നതിനായിട്ട് ഇദ്ദേഹം ത്യജിച്ച ബനാനയുടെ അളവ് എത്രയാണ്? 3 ആണ്. ഇവിടെ 1 യൂണിറ്റ് ആപ്പിളിൽ നിന്നും അദ്ദേഹത്തിന് എത്ര യൂട്ടിലിറ്റി ലഭിച്ചിട്ടുണ്ടോ അത്രയും യൂട്ടിലിറ്റി മാത്രമാണ് ഇവിടെ 3 ബനാന ത്യജിച്ചപ്പോൾ അദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. എങ്കിൽ ബിയിൽ അദ്ദേഹത്തിന് ലഭിച്ച അതേ യൂട്ടിലിറ്റി തന്നെയല്ലേ സിയിൽ ലഭിക്കുക അല്ലേ? അപ്പോൾ സിയിലും അദ്ദേഹത്തിന് എത്ര തന്നെയാണ്? സെയിം യൂട്ടിലിറ്റി തന്നെയാണ്. ഇനി ഡി എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 4 യൂണിറ്റ് ആപ്പിളും 3 യൂണിറ്റ് ബനാനയും. ഒരു അധിക ആപ്പിള് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എത്ര ബനാന ത്യജിച്ചിട്ടുണ്ട്? ഇവിടെ 2 ബനാന ത്യജിച്ചിട്ടുണ്ട്. ഈ ഒരു അധിക ആപ്പിളിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച യൂട്ടിലിറ്റി എത്രയാണോ അത്ര യൂട്ടിലിറ്റി മാത്രമേ ഇവിടെ ത്യജിച്ചിട്ടുള്ള 2 ബനാനയിൽ നിന്നും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളൂ. എങ്കിൽ സിയിൽ ലഭിച്ചിട്ടുള്ള അതേ യൂട്ടിലിറ്റി തന്നെയല്ലേ ഡിയിലും അദ്ദേഹത്തിന് ലഭിക്കുക അല്ലേ? ഓക്കെ, അപ്പോൾ ഡിയിലും അദ്ദേഹത്തിന് സെയിം യൂട്ടിലിറ്റി ലഭ്യമാകുന്നു. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 1 യൂണിറ്റ് ആപ്പിളും 12 യൂണിറ്റ് ബനാനയുമാണ്. കിട്ടുന്ന യൂട്ടിലിറ്റി എത്രയാണോ അത്ര തന്നെ യൂട്ടിലിറ്റിയാണ് ബി എന്ന് പറയുന്ന കോമ്പിനേഷനിലും ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. 2 യൂണിറ്റ് ആപ്പിളും 8 യൂണിറ്റ് ബനാനയും. ഇവിടെ എത്രയാണോ ലഭിക്കുന്നത് അത്ര തന്നെ യൂട്ടിലിറ്റിയാണ് സി എന്ന് പറയുന്ന കോമ്പിനേഷനിലും ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇവിടെയോ 3 യൂണിറ്റ് ആപ്പിളും 5 യൂണിറ്റ് ബനാനയുമാണ്. ഇവിടെ ലഭിക്കുന്ന അതേ സെയിം യൂട്ടിലിറ്റിയാണ് ഇദ്ദേഹത്തിന് ഡി എന്ന് പറയുന്ന മറ്റൊരു കോമ്പിനേഷനിൽ 4 യൂണിറ്റ് ആപ്പിളും 3 യൂണിറ്റ് ബനാനയും കൈവശം വയ്ക്കുമ്പോഴും ലഭിച്ചിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ കർവിനെയാണ് നമ്മൾ
ഇൻഡിഫറൻസ് കർവ് അഥവാ നിസ്സംഗതാ വക്രം എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. An indifference curve is a curve that shows various combinations 1, 12, 2, 8, 3, 5, 4, 3 various combinations of two goods, apple and banana, which gives the consumer the same level of satisfaction. എ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ എത്രയാണോ സാറ്റിസ്ഫാക്ഷൻ അത് തന്നെയാണ് ബിയിൽ, അത്ര തന്നെയാണ് സിയിൽ, അത് തന്നെയാണ് എവിടെയും ഡിയിലും. ഇതിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് അഥവാ നിസ്സംഗതാ വക്രം എന്ന് വിളിക്കുന്നത്. ഇനി ആപ്പിൾ ബനാന എന്നൊന്നും ഞാൻ പറയുന്നില്ല, പകരം ഗുഡ് എക്സ് ഗുഡ് വൈ എന്നാണ് പറയുക. ശ്രദ്ധിച്ചോളൂ, ഈ ഡയഗ്രത്തിൽ എക്സ് അക്ഷത്തിൽ ഗുഡ് എക്സും വൈ അക്ഷത്തിൽ ഗുഡ് വൈയുമാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നാം നേരത്തെ വരച്ചിട്ടുള്ള ഒരു ഇൻഡിഫറൻസ് കർവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, എ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ നമുക്കറിയാം നാം 1 യൂണിറ്റ് എക്സും 12 യൂണിറ്റ് വൈ ആണ് വാങ്ങിച്ചിട്ടുള്ളത്, ഇല്ലേ? ഇനി ബി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റിലേക്ക് വന്നപ്പോൾ നമുക്ക് 1 യൂണിറ്റ് അധികം എക്സ് ലഭിച്ചു. എക്സ് എത്രയായി? ഇപ്പോൾ 1-ൽ നിന്നും 2ആയി മാറി. പക്ഷേ വൈ ഇവിടെ 12-ൽ നിന്നും എത്രയായി കുറഞ്ഞു? 8ആയി കുറഞ്ഞു. ബി എന്ന് പറയുന്ന കോമ്പിനേഷൻ കാണിക്കുന്നത് ഇതാണ്. 1 യൂണിറ്റ് എക്സ് അധികം ലഭിച്ചു, അതായത് എക്സിൽ വന്ന മാറ്റം ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് നമുക്ക് പറയാം, വിച്ച് ഈസ് ഈക്വൽ ടു 1 അല്ലേ? വൈയിൽ വന്നിട്ടുള്ള മാറ്റത്തെ നമുക്ക് ഡെൽറ്റ വൈ എന്ന് പറയാം. 12ഉം 8ഉം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു 4. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബിയിലേക്ക് നമ്മൾ വന്നപ്പോൾ 1 യൂണിറ്റ് അധികം എക്സ് ലഭിച്ചു, 4 യൂണിറ്റ് വൈ നമ്മൾ ത്യജിച്ചു. 1 യൂണിറ്റ് എക്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് നാം ത്യജിച്ചിട്ടുള്ള വൈയുടെ അളവിനെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് നാം വിളിക്കുന്നത്. എഴുതുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഫോർ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ്. നമ്മൾ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എന്തിന് പകരം? ഫോർ വൈ, വൈക്ക് പകരം. 1 യൂണിറ്റ് എക്സ് നാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്ത് ഉപേക്ഷിച്ചുകൊണ്ട്? എന്തിന് പകരമായിട്ട്? 4 യൂണിറ്റ് വൈക്ക് പകരമായിട്ട്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്ക് വന്നപ്പോൾ എത്രയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? വൈ 4. ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു 4. എത്രയാണ് നമുക്ക് അധികമായിട്ട് എക്സ് ലഭിച്ചിട്ടുള്ളത്? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് വന്നപ്പോൾ നമ്മളുടെ കേർവിൻ്റെ ചരിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ വൈ 4 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് 1. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 4/1. എത്രയാണ്? 4 ഈസ് ഈക്വൽ ടു 4. ഇനി ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നാം സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വന്നപ്പോൾ നമുക്ക് 1 യൂണിറ്റ് കൂടി എക്സ് ലഭിച്ചു. അപ്പോൾ ഡെൽറ്റ എക്സ് എത്രയാണ് ഇവിടെ? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു 1. പക്ഷേ ബിയിൽ നിന്നും സിയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ വൈ എന്ന് പറയുന്ന ഗുഡ് 3 ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ എത്രയേ നമ്മളുടെ കൈവശം വൈ ഉള്ളൂ? 5 ഉള്ളൂ. അപ്പോൾ ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു എത്രയാണ്? ചേഞ്ച് ഇൻ വൈ ഈസ് ഈക്വൽ ടു 8ൽ നിന്ന് 5ലേക്ക്
ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു 3. ഈ ഭാഗം ഡെൽറ്റ വൈ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3. എങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സിയിലേക്ക് വന്നപ്പോൾ നമ്മളുടെ ഇൻഡിഫറൻസ് കർവിൻ്റെ ചരിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു 1. 3/1 ഈസ് ഈക്വൽ ടു എത്രയാണ്? 3 ആണ്. ഓക്കെ, 4 ഡിവൈഡഡ് ബൈ 1 ഇത് ഡെൽറ്റ എക്സിനെയും ഇത് ഡെൽറ്റ വൈയെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ചരിവ് എത്രയാണ്? ഇതാണ് ഇതിൻ്റെ ചരിവ്. ഓക്കെ, ഇവിടെ ഞാൻ 4-ന് പകരം ഇവിടെ എത്ര കിട്ടുന്നത്? 1 ആണ്, ഇവിടെ 4 ആണ്. ഇവിടെ ഞാൻ 4-ന് പകരം 5 ആക്കി എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ വൈയുടെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. 4-ൽ നിന്ന് എത്രയായിട്ടുണ്ട്? 5 ആയിട്ടുണ്ട്. എക്സ് എത്ര തന്നെയാണ്? 1 തന്നെയാണ്. എങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസിക്കൽ എത്രയായിരിക്കും? 5/1. ഇതല്ലേ നമ്മുടെ ചരിവ് വരുന്നത്? ചരിവ് മാറിയത് കണ്ടില്ലേ? ഇനി ഡെൽറ്റ എക്സ് 1 തന്നെയാണ്, ഡെൽറ്റ വൈ 6 വർദ്ധിച്ചു എന്ന് വിചാരിക്കുക. അപ്പം ഡെൽറ്റ വൈ ഇനിയും ഉയരും. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസിക്കൽ ടു 6/1 എത്രയായിരിക്കും? 6 ആയിരിക്കും. നമ്മുടെ ചരിവ് എത്രയായിരിക്കും? ഇങ്ങനെ വരും. ചരിവിൽ മാറ്റം വരുന്നത് കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻഡിഫറൻസ് കർവിൻ്റെ ചരിവ് ഓരോ പോയിന്റിലും അതിൻ്റെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ refers to the amount of sacrifice of one commodity to get an additional unit of other commodity so that the total utility remains the constant or the total utility remains the same. ഓക്കെ, ഇനി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നത് നമുക്ക് ശ്രദ്ധിക്കാം. എ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 1 യൂണിറ്റ് എക്സും 12 യൂണിറ്റ് വൈയും. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ ഒന്നും നമുക്ക് കാണിക്കാൻ ഇല്ലല്ലോ. ഇനി ബി എന്ന് പറയുന്ന കോമ്പിനേഷനിലേക്ക് വന്നപ്പോൾ 1 യൂണിറ്റ് അധികം എക്സ് ലഭിക്കുകയും 4 യൂണിറ്റ് വൈ നമുക്ക് ത്യജിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ഇതല്ലേ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണാനുള്ള ഫോർമുല. ഈസിക്കൽ ടു 12-ൽ നിന്ന് 8 മാറിയിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ വൈ ഈസിക്കൽ ടു 4, 1-ൽ നിന്ന് 2 ആയിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എക്സ് ഈസിക്കൽ ടു 1 ഈസിക്കൽ ടു എത്രയാണ്? 4. എങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ എത്രയാണ്? 4:1. 1 യൂണിറ്റ് അധികം ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ത്യജിച്ച വൈ 4 ആണ്, അല്ലെങ്കിൽ 4/1 ആണ്. 4:1. സിയിലേക്ക് വന്നപ്പോഴോ ഡെൽറ്റ വൈ ഈസിക്കൽ ടു 3 ഡിവൈഡഡ് ബൈ 3 2ലേക്ക് മാറ്റം 1 ഈസിക്കൽ ടു 3. അപ്പോൾ ഇവിടെ എത്രയാണ്? 3:1. ബിയിലേക്ക് നോക്കുക, മാറ്റം 2, എക്സിലെ മാറ്റം 1, 2:1. മനസ്സിലായില്ലേ? ബോർഡിലേക്ക് വളരെയധികം ശ്രദ്ധിച്ച് നോക്കുക. നേരത്തെ പറഞ്ഞിട്ടുള്ള എ എന്ന് പറയുന്ന പോയിന്റാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 4 യൂണിറ്റ് വൈ നഷ്ടപ്പെടുത്തി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 1 യൂണിറ്റ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി. 4 നഷ്ടപ്പെട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 1 യൂണിറ്റ് എക്സ് ആണ്. ബിയിൽ നിന്നും സിയിലേക്ക് പോയപ്പോൾ നമ്മൾ 3 യൂണിറ്റ് വൈ ത്യജിച്ചു, ലഭിച്ചിരിക്കുന്നത് 1 യൂണിറ്റ് എക്സ് ആണ്. അങ്ങനെ നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഇവിടെ നിന്നും 2 യൂണിറ്റ് വൈ ത്യജിച്ച് നമുക്ക് ലഭിക്കുന്നത് 1 യൂണിറ്റ് എക്സ് ആണ്. അങ്ങനെ നമ്മൾ ഡി എന്ന് പറയുന്ന പോയിന്റിലെത്തി. എ ബി സി ഡി ഈ പോയിന്റുകളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ലഭിക്കുന്ന കർവ് ഈ ഷേപ്പായിരിക്കും. ഇതിന് നമ്മൾ
വൈ ആക്സിസിലും എക്സ് ആക്സിസിലും ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചിത്രമല്ലേ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളത് അല്ലേ? ഇനി ഇതിൻ്റെ ഒറിജിനിൽ നിന്നും നോക്കുമ്പോൾ നമ്മളുടെ ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്താണ്? കോൺവെക്സ് ടു ഒറിജിൻ ആണ്. ഇതിനുള്ള കാരണം എന്താണ്? നമ്മളുടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 4, 3, 2 എന്നിങ്ങനെ മുകളിൽ നിന്നും താഴോട്ട് വരുന്തോറും കുറഞ്ഞ് വരുന്നത് കൊണ്ടാണ്. നോക്കുക, 4, 1, 3, 1, 2, 1 ഇവയെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന കർവ് എന്തായിരിക്കും? കോൺവെക്സ് ടു ഒറിജിൻ ആയിരിക്കും. ഓക്കെ, സാധാരണ ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് കോൺവെക്സ് ടു ഒറിജിൻ ആണ്, നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ഷേപ്പ് ആവാനുള്ള കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. Diminishing marginal rate of substitution is the reason for the convex shape of the indifference curve. എന്നാൽ എല്ലായ്പ്പോഴും ഒരു ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ഷേപ്പ് ആവണമെന്ന് ഇല്ല. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യത്തിൽ നമ്മളുടെ ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ 1 നഷ്ടപ്പെട്ടാൽ നമുക്ക് എത്ര കിട്ടിയാൽ മതി? 1 തന്നെ കിട്ടിയാൽ മതി. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബിയിലേക്ക് വന്നപ്പോൾ ഒരു വൈ നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ലഭിച്ചത് എത്രയാണ്? ഒരു എക്സ് ആണ്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് 1 നഷ്ടപ്പെട്ടാൽ നമുക്ക് 1 ലഭിച്ചാൽ മതി. ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ നമുക്ക് 1 ത്യജിക്കുന്നു, നമുക്ക് ലഭിക്കുന്നത് എത്ര തന്നെയാണ്? 1 തന്നെയാണ്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ? സിയിൽ നിന്നും ഡിയിലേക്ക് വന്നപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് 1 ലഭിക്കുന്നത് 1 തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ കർവ് ഒരു നേർരേഖയല്ലേ ഉണ്ടാവുക? ഇതിനൊരു വൈ ആക്സിസിലും എക്സ് ആക്സിസിലും ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ കിട്ടുന്നത്? ഇതായിരിക്കും പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യത്തിൽ ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ്. ഓക്കെ, ഇത്രയും നേരം എൻ്റെ ക്ലാസ് വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.